ഹലോ ഫ്രണ്ട്സ്, പ്ലസ് പോയിന്റ് അക്കാദമിയുടെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. DFCCIയിൽ അഥവാ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ഏകദേശം 1074ഓളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ വരുന്ന ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വിവിധ തസ്തികകളിലേക്കായിട്ട് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 4/2021. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 24/4/2021 മുതലാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അഥവാ ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് വരുന്നത് 23/5/2021 ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ ഡേറ്റ് വരുന്നത് ജൂൺ 2021. ഏതൊക്കെ പോസ്റ്റുകളാണ് നിലവിൽ വേക്കൻസി ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ജൂനിയർ മാനേജർ സിവിൽ, ഇതിലേക്ക് 31 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. അൺറിസർവ്ഡ് 14, SC 4, ST 2, OBC NCL 8, EWS 3. ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്സ് ഇൻ അഗ്രിഗേറ്റ്. 60% കുറയാത്ത എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്ന യോഗ്യത. ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് 50,000 മുതൽ 1,60,000 വരെയാണ്. നെക്സ്റ്റ്, ജൂനിയർ മാനേജർ ഓപ്പറേഷൻസ് ആൻഡ് BD. ഇതിലേക്ക് ടോട്ടൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 77 ആണ്. അൺറിസർവ്ഡ് 34, SC 11, ST 5, OBC NCL 20, EWS 7. ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ 2 years MBA or PGDBA or PGDBM or PGDM in marketing or business operation or customer relation or finance from recognized institute with not less than 60% marks in aggregate. നെക്സ്റ്റ് വരുന്നത് ജൂനിയർ മാനേജർ മെക്കാനിക്കൽ. ടോട്ടൽ വേക്കൻസീസ് 3 ആണ്. അൺറിസർവ്ഡ് മാത്രമാണ് ഇതിലുള്ളത്, 3 വേക്കൻസി. ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ മെക്കാട്രോണിക്സ് എഞ്ചിനീയറിംഗ് or industrial engineering or production engineering or automobile engineering or manufacturing engineering or instrumentation and control engineering or electronics and communication engineering or electronics engineering from a recognized institute with not less than 60% marks in aggregate. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിഗ്രി അതിൽ നിർബന്ധമായിട്ടും 60% കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. നെക്സ്റ്റ്, പോസ്റ്റ് എക്സിക്യൂട്ടീവ്. സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് 30,000 മുതൽ 1,20,000 വരെയാണ്. എക്സിക്യൂട്ടീവ് സിവിൽ, ഇതിലേക്ക് ടോട്ടൽ വേക്കൻസി വരുന്നത് 73 ആണ്. അൺറിസർവ്ഡ് 32, SC 11, ST 8, OBC NCL 16, EWS 6. ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, 3 വർഷത്തെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഓർ സിവിൽ എഞ്ചിനീയറിംഗ് ട്രാൻസ്പോർട്ടേഷൻ or civil engineering construction technology or civil engineering public health or civil engineering water resources from recognized institute with not less than 60% marks in aggregate. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ. ഇതിലേക്ക് ടോട്ടൽ വേക്കൻസി 42 ആണ്. അൺറിസർവ്ഡ് 16, SC 6, ST 4, OBC NCL 12, EWS 4. ഇതിലേക്ക് 3 വർഷത്തെ ഇലക്ട്രിക്കൽ ഡിപ്ലോമ ഓർ ഇലക്ട്രോണിക്സ് ഓർ പവർ സപ്ലൈ ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഓർ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഓർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഓർ പവർ ഇലക്ട്രോണിക്സ് ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്സ് ഇൻ അഗ്രിഗേറ്റ്. നെക്സ്റ്റ്, എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ. ടോട്ടൽ വേക്കൻസീസ് 87. അൺറിസർവ്ഡ് 35, SC 12, ST 8, OBC NCL 24, EWS 8. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 3 വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ
or electronics or microprocessor or TV engineering or fiber optic communication or telecommunication or communication or sound and TV engineering or industrial control or electronic instrumentation or industrial electronics or applied electronics or digital electronics or power electronics or information science and technology or computer application or computer engineering or computer science or computer technology from recognized institute with not less than 60% marks in aggregate. Next, executive operations and BD. Total vacancies 237. Unreserved 96, SC 36, ST 17, OBC NCL 65, EWS 23. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്സ് ഇൻ അഗ്രിഗേറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. 60% കുറയാത്ത ഡിഗ്രിയാണ്, ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ് വേണ്ടത്. നെക്സ്റ്റ് എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ. ടോട്ടൽ വേക്കൻസി വരുന്നത് 3 അൺറിസർവ്ഡ് മാത്രമേ ഉള്ളൂ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 3 വർഷത്തെ ഡിപ്ലോമയാണ്. മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ മാനുഫാക്ചറിങ് ഓർ മെക്കാട്രോണിക്സ് ഓർ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഓർ ഓട്ടോമൊബൈൽ ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്സ് ഇൻ അഗ്രിഗേറ്റ്. നെക്സ്റ്റ് വരുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ആണ്, ഇലക്ട്രിക്കൽ. ഇതിലേക്ക് ടോട്ടൽ വേക്കൻസീസ് 135 ആണ്. ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന സാലറി സ്കെയില് 25,000 മുതൽ 68,000 വരെയാണ്. വേക്കൻസി വരുന്നത് അൺറിസർവ്ഡ് 57, SC 22, ST 11, OBC 34, EWS 11. ഇങ്ങനെ ടോട്ടൽ 135 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ SLC ആണ് വിത്ത് മിനിമം 60% മാർക്ക്, അഗ്രിഗേറ്റ് പ്ലസ് മിനിമം 2 ഇയർ ഡ്യൂറേഷൻ കോഴ്സ് കംപ്ലീറ്റഡ് അപ്രന്റീസ്ഷിപ്പ് or ITI approved by SCVT or NCVT in the trade of electrical or electrician or wireman or electronics from recognized institute with not less than 60% mark in aggregate. നെക്സ്റ്റ് വരുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ. ഇതിലേക്ക് ടോട്ടൽ വേക്കൻസി പറഞ്ഞിരിക്കുന്നത് 147 ആണ്. അൺറിസർവ്ഡ് 62, SC 23, ST 12, OBC 37, EWS 13. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മെട്രിക്കുലേഷൻ വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്സ് ഇൻ അഗ്രിഗേറ്റ് പ്ലസ് മിനിമം 2 ഇയർ ഡ്യൂറേഷൻ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് ഓർ ITI approved by SCVT or NCVT in the trade of electronics or communication or information technology or TV and radio or electronic instrumentation or industrial electronics or applied electronics or digital electronics or power electronics or computer networking or data networking from a recognized institute with not less than 60% marks in aggregate. അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് ആൻഡ് BD. ഇതിലേക്ക് ടോട്ടൽ വേക്കൻസീസ് വരുന്നത് 225 ആണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ആണ്, മെക്കാനിക്കൽ. ഇതിലേക്ക് ടോട്ടൽ വേക്കൻസീസ് വരുന്നത് 14 ആണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ വ്യക്തമായി വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഏജ് ലിമിറ്റ് നോക്കാം. ജൂനിയർ മാനേജർ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 27 വയസ്സ് വരെയാണ്. എക്സിക്യൂട്ടീവിന് 18 മുതൽ 30 വരെയാണ്. ജൂനിയർ എക്സിക്യൂട്ടീവിനും 18 മുതൽ 30 വയസ്സ് വരെയാണ്. ഏജ് റിലാക്സേഷൻ വരുന്നത് SC STക്ക് 5 വർഷത്തെ വയസ്സിളവുണ്ട്. അതേപോലെ OBC NCL കാൻഡിഡേറ്റ്സിന് 3 ഇയർ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ബാക്കിയുള്ളവർക്കുള്ള ഏജ് റിലാക്സേഷൻ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇതിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. എക്സാമിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക, ഓൺലൈൻ മോഡാണ്.
ഈ നോട്ടിഫിക്കേഷൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ആവശ്യമുള്ളവർ ഡൗൺലോഡ് ചെയ്ത് വ്യക്തമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായോ എങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ജോബ് ഇൻഫർമേഷനുമായിട്ട് വീണ്ടും വരാം. താങ്ക്